ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചൂടിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന തൈര് അധികം കട്ടിയുള്ള തൈരല്ല. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായി അടിച്ചെടുക്കണം. ഒരുപാട് കട്ടിയുള്ള തൈരല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കട്ടിയുള്ള തൈരാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടാം. ഇത് ഒത്തിരി പുളിയുള്ള തൈരും അല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ 1 ഗ്ലാസ് തൈരിന് 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. കറിവേപ്പില ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതൊന്ന് കട്ടാക്കി എടുത്താൽ മതിയാകും. ഞാനിവിടെ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് 1 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ അടിച്ചു വച്ചേക്കുന്ന മോര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കട്ടാക്കി വെച്ചേക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് തന്നെയാണ് സംഭാരം. എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് കഴിക്കണം. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈ ചൂട് സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ബോഡിയൊക്കെ നന്നായി തണുത്ത് കിട്ടും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളകൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കൊടുക്കാൻ. പിന്നെ നമ്മുടെ സംഭാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.